സോഷ്യൽ സ്റ്റഡീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില കുട്ടികളുടെ ഒരു കംപ്ലൈൻ്റ് ആണ്, അയ്യോ ഉറക്കം വരുന്നു, ഇതെന്തോരം പഠിക്കാനുണ്ട്, ഇങ്ങനെ മല പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഹിസ്റ്ററിയിലെ ഫ്രഞ്ച് വിപ്ലവവും ജർമ്മൻ യൂണിഫിക്കേഷനും ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ സംഭവം എന്ന് പോലും പിടികിട്ടുന്നില്ല. ഇതെന്തോരം കാണാപ്പാഠം പഠിക്കണമെന്നറിയാവുന്ന നിങ്ങൾക്ക് സോഷ്യൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളത് കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും കാണാപ്പാഠം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല സോഷ്യൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോഷ്യൽ പഠിക്കുമ്പോഴത്തേക്കും ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിൽ കാണാം ഫ്രഞ്ച് റവല്യൂഷൻ എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് സോഷ്യൽ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് ബോർഡിൻ്റെ 5 ഡേ ചലഞ്ചിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ കുട്ടിക്ക് സോഷ്യലിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. 5 ഡേ ചലഞ്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം 5 ഡേ ചലഞ്ചിന് റെഡി അല്ലേ?